നമസ്കാരം. നമുക്കറിയാം, റോഡ് അപകടങ്ങൾ നമ്മുടെ നാട്ടിലും മറുനാട്ടിലുമെല്ലാം തുടർക്കഥയാണ്. റോഡ് അപകടങ്ങൾ കൂടുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അമിത വേഗം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത്, പ്രതികൂല കാലാവസ്ഥ തുടങ്ങിയവ. ഈ അടുത്ത കാലത്തായിട്ട് പ്രതികൂല കാലാവസ്ഥ കാരണം നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ റോഡ് അപകടം മുതൽ വിമാന അപകടം വരെ ഉണ്ടെന്ന് എടുത്തു പറയണം. എന്തായാലും UAE-യിലുള്ള പ്രവാസികൾ കരുതിയിരിക്കൂ. വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണമുണ്ട്. UAE-യിലുടനീളം ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളം ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇന്നലെ ദുബായിൽ മഴ പെയ്തതോടെ അതിന് സമീപത്തുള്ള അബുദാബിയിലെ പ്രദേശങ്ങളിലും മഴ ലഭിച്ചിരുന്നു. ഇന്നും രാത്രിയും നാളെയും രാവിലെയുമായി അബുദാബിയിലെ ചില ഉൾപ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. മൂടൽമഞ്ഞ് ശക്തമായതോടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് റെഡ് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറ് വടക്ക് കിഴക്കൻ മേഖലകളിൽ നേരിയ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വരെ വേഗതയിലും ചിലയിടങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശിയേക്കാം. അതേസമയം ഈ മാസം 17 മുതൽ റാസൽ ഖൈമയിലെ പ്രധാന റോഡിലെ വേഗപരിധി കുറയ്ക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിം സ്ട്രീറ്റിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റൗണ്ട് എബൌട്ട് വരെ വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററിൽ നിന്ന് 80 കിലോമീറ്റർ ആക്കിയാണ് കുറച്ചത്. ബഫർ സ്പീഡ് കഴിഞ്ഞ് പെട്ടെന്ന് 101ലേക്ക് പ്രവേശിച്ചാൽ ക്യാമറ നിയമലംഘനം പകർത്തും. UAE-യുടെ അതിവേഗ പാതയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡുമായി ബന്ധിപ്പിക്കുന്ന പാതയായതിനാൽ എല്ലായ്പ്പോഴും നല്ല തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. പൊതുജന സുരക്ഷയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പരിഷ്കാരവുമായി സഹകരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. റോഡ് അപകടങ്ങളെ നിസ്സാരമായി കാണരുത്. കഴിഞ്ഞ വർഷം നവംബർ വരെ ദുബായിൽ 18 ഡെലിവറി റൈഡർമാർ ദുബായ് റോഡുകളിൽ അപകടങ്ങളിൽ മരണപ്പെട്ടെന്നാണ് കണക്കുകൾ. 2024-ൽ ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെട്ട 77,227 ട്രാഫിക് നിയമലംഘനങ്ങൾ ദുബായ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2023-ൽ ഇത് 60,471 ആയിരുന്നു. ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കെ റൈഡർമാർ നടത്തുന്ന പെട്ടെന്നുള്ള തിരിവുകൾ, റൈഡിങ്ങിനിടയിലെ ശ്രദ്ധ തിരിക്കൽ, മറ്റു വാഹനങ്ങൾക്ക് തൊട്ടടുത്ത് കൂടിയുള്ള ഓവർടേക്കിംഗ് എന്നിവ മൂലമാണ് ഈ അപകടങ്ങളിൽ കൂടുതലും ഉണ്ടാകുന്നത്. 2024 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 26,382 മോട്ടോർ സൈക്കിളുകൾ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ദുബായ് പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. 2023-ൽ ഇത് 12,209 ബൈക്കുകളായിരുന്നു. ഇതിലെ ഗണ്യമായ വർധനവ് ഗൗരവമായി കാണേണ്ടതാണ്. കൂടാതെ കഴിഞ്ഞ വർഷം 428 അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുൻ വർഷം ഇത് 385 ആയിരുന്നു. ഇനി ഈ അപകടങ്ങളൊക്കെ ഗൾഫിലല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. 2024-ൽ കേരളത്തിലെ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത്. 2023 ജൂൺ മുതൽ 2024 മെയ് വരെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങളുടെ എണ്ണം 6.5% വർദ്ധിച്ചിട്ടുണ്ട്. 40,821 റോഡ് അപകടങ്ങളാണ് ഒക്ടോബർ 2024 വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 45,567 പേർക്ക് പരിക്ക് പറ്റുകയും 3,168 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2023-ൽ 48,091 റോഡ് അപകടങ്ങളും 4,080 മരണങ്ങളും 54,320 പേർക്ക് പരിക്കുകളും ഉണ്ടായതായി സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.